അരിപ്പൊടി അല്ലെങ്കിൽ കറി മസാലകളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതിൽ നമുക്ക് കറി മസാലയൊക്കെ ആണെങ്കിൽ ഒരു 50 ഗ്രാം തൊട്ട് ഒരു 1/2 കിലോ വരെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ 1 kg ഓട്ടോമാറ്റിക് ബോട്ടിൽ ഫില്ലിംഗ് മെഷീനാണ്. ഇത് നമുക്ക് പാല്, തൈര്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ വിനാഗിരി, ക്ലീനിങ് സൊല്യൂഷൻസ് പോലത്തെ ലിക്വിഡൊക്കെ ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന മെഷീനാണ്. ഇതിൽ നമുക്ക് 200 ml തൊട്ട് 1 ലിറ്റർ വരെ ചെയ്യാം. ഇത് നമ്മൾ ബോട്ടിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ നോസിൽ താഴും. ഈ നോസിൽ താഴ്ന്നു കഴിഞ്ഞ് താഴേന്ന് നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ, എൻ്റെ കമ്പനിയുടെ പേര് അഭിലാഷ് ഇൻഡസ്ട്രീസ് എന്നാണ്. ജംസിയിൽ നിന്നാണ് ബ്രാൻഡ് നെയിം. നമ്മൾ ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക്കും പാക്കിംഗ് മെഷീൻസിൻ്റെ മാനുഫാക്ചേഴ്സാണ്. കേരളത്തിലെ ആദ്യത്തെ പാക്കിംഗ് മെഷീൻ കമ്പനിയാണ്. 93 സ്റ്റാർട്ട് ചെയ്തതാണ്. സൗത്ത് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ. നമ്മളിവിടെ എക്സിബിഷനിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന കുറച്ച് മോഡലുകളുണ്ട്. ഞാനതിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ, പാം ഓയിൽ, സൺഫ്ലവർ പോലത്തെ ഐറ്റംസ് ഓട്ടോമാറ്റിക്കായിട്ട് പാക്ക് ചെയ്യുന്ന മോഡലാണ്. നമുക്ക് ഇതിൽ ഒരു 200 ml തൊട്ട് 1 ലിറ്റർ വരെ ചെയ്യാം. തൊട്ടിപ്പുറത്തിരിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിപ്പൊടി അല്ലെങ്കിൽ കറി മസാലകളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതിൽ നമുക്ക് കറി മസാലയൊക്കെ ആണെങ്കിൽ ഒരു 50 ഗ്രാം തൊട്ട് ഒരു 1/2 കിലോ വരെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ 1 kg വേണമെങ്കിൽ 1 kg ചെയ്യാം. പിന്നെ അരിപ്പൊടി ചെയ്യാം. അതിൻ്റെ തന്നെ കുറച്ച് കുറഞ്ഞ ഒരു മോഡലാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് മാക്സിമം 1/2 കിലോ വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം കണ്ട ഈ മെഷീൻ ഉണ്ടല്ലോ, ഈ മെഷീനൊക്കെ എന്ത് വില വരുന്നുണ്ട്? നമുക്ക് 4 മോഡലുകളുണ്ട്. വെളിച്ചെണ്ണ പാക്ക് ചെയ്യുന്ന നമുക്ക് 4 മോഡലുണ്ട്. ഒരു 3,25,000 തൊട്ട് 4.5 ലക്ഷം രൂപ വരും. ഇത് നമ്മൾ 3,25,000 പ്ലസ് ഇതൊരു 4.5 ലക്ഷം രൂപ വരും ഈ ഒരു മോഡൽ. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു 97,000 രൂപ ആക്സസറീസ് എക്സ്ട്രാ വരും. അതിൻ്റെ സ്റ്റെബിലൈസർ, കൂളറല്ല വേറെ മേടിക്കുക. 4 മോഡലാണെങ്കിൽ നമുക്ക് സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തു തരും. നമുക്ക് 30% സബ്സിഡി കിട്ടും. ഗവൺമെൻറ്റിന് 30% സബ്സിഡി ഉണ്ട്. അത് നമ്മുടെ കൊട്ടേഷൻ തന്നെ നമ്മൾ ബാങ്കിൽ സപ്ലൈ ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് സെറ്റ് ചെയ്ത് തരും. നമുക്ക് ലോൺ വേണമെങ്കിൽ നമ്മൾ ലോൺ റെഡിയാക്കി തരും. അതിനുള്ള ആൾക്കാർ നമുക്കുണ്ട്. സബ്സിഡി നോർമലി ബാങ്കിൽ നിന്ന് തന്നെ അവർ തന്നെയാണ് ചെയ്യുന്നത്, കസ്റ്റമർ തന്നെയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിന് ചെയ്തു കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് സഹായം ഉണ്ട്, തീർച്ചയായിട്ടും. ഇത് നമുക്ക് വെളിച്ചെണ്ണ ചെയ്യാൻ നമുക്ക് സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, പിന്നെ ഇതിൻ്റെ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വന്ന് ഉള്ള മെഷീൻസ്. അതിലാണ് നമ്മൾ പാല്, തൈര് പോലത്തെ ചെയ്യുന്നത്. കാണാൻ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇത് നമ്മുടെ ബോട്ടിൽ ഫില്ലിംഗ് മെഷീനാണ്. സെമി ഓട്ടോമാറ്റിക് ബോട്ടിൽ ഫില്ലിംഗ് മെഷീനാണ്. ഇത് നമുക്ക് പാല്, തൈര്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ വിനാഗിരി, ക്ലീനിങ് സൊല്യൂഷൻസ് പോലത്തെ ലിക്വിഡൊക്കെ ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന മെഷീനാണ്. ഇതിൽ നമുക്ക് 200 ml തൊട്ട് 1 ലിറ്റർ വരെ ചെയ്യാം. ഇത് നമ്മൾ ബോട്ടിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ നോസിൽ താഴും. ഈ നോസിൽ താഴ്ന്നു കഴിഞ്ഞ് താഴേന്ന് ഓട്ടോമാറ്റിക് വരും. ഓട്ടോമാറ്റിക് അതൊരു ക്യാമിലോട്ട് അറ്റാച്ച് ചെയ്തേക്കാം. ഫില്ല് ചെയ്ത് വരും. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ബോട്ടിൽ മാറ്റി അടുത്ത ബോട്ടിൽ വയ്ക്കാം. അത് ഫില്ല് ചെയ്ത് അത് നമ്മളിവിടെ സിലിണ്ടറിൽ സെറ്റ് ചെയ്യാം. മെക്കാനിക്കലി നമ്മൾ സെറ്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ഫ്രീ ആണ്. വേറെ ഒന്നുമില്ല. ആകെ ഫുള്ളി ഒരു മോട്ടർ മാത്രമേ വരുന്നു. ഇലക്ട്രോണിക്സ് പാർട്ടുകളൊന്നും അധികമില്ല. ഒരു മോട്ടർ, ഒരു സ്വിച്ചും മാത്രമേ വരുന്നുള്ളൂ. ഇത് 1.30 പ്ലസ് ടാക്സ് ആണ് നോർമലി വരുന്നത്. എക്സിബിഷൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു 1,10,000 പ്ലസ് ടാക്സിന് നമ്മൾ സെയിൽ ചെയ്യും. എക്സിബിഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.20 പ്ലസ് ടാക്സിനൊക്കെ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് കുഴപ്പമില്ല. 1 ഇയർ ഫുൾ വാറണ്ടി, 1 ഇയർ ഫുൾ ഫ്രീ സർവീസ്, എല്ലാം അതുപോലെ തന്നെ. 1 വർഷം ഫുൾ വാറണ്ടി ഉണ്ട്, 1 വർഷം ഫുൾ ഫ്രീ സർവീസ് ഉണ്ട്. ഇത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ലേബൽ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ലേബലിംഗ് സ്റ്റിക്ക് ചെയ്യുന്ന മെഷീനാണിത്. നമ്മൾ ബോട്ടിൽ ഇവിടെ നിന്ന് വരും കൺവെയറിൽ. ഇവിടെ ലേബൽ റോളായിട്ട് വരും. ഇവിടെ നിന്ന് ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വരുന്നതിൽ നമ്മൾ ഇതുപോലെ ലേബൽ ഒട്ടി വരും. ഇത് ഫുൾ ഓട്ടോമാറ്റഡ് ആണ്. നമുക്കിത് വേണമെങ്കിൽ ഒരു സെറ്റായിട്ട് നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഡിസ്കൗണ്ടുകൾ വരും. ഇതിൻ്റെ ശരിക്കും നമുക്ക് 3,75,000 രൂപ വരുന്നത്. ഈ ഒരു യൂണിറ്റിന് മാത്രം 3,75 വരുന്നത്. അതിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഏകദേശം ഒരു 5%, 6-10% നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ പറ്റും. ഇത് ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പ്രൊഡക്ഷൻ കൂടുമ്പോൾ മാത്രം നമ്മൾ ലേബലിങ്ങിന് മെഷീൻ എടുത്താൽ മതി. കൂടുതൽ പ്രൊഡക്റ്റ് ഒരു ഡെയിലി ഒരു 5,000 ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലേബലിംഗ് മെഷീൻ എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ ഫില്ലിംഗ് മാത്രം മതി. നമ്മൾ മാനുവൽ ഒട്ടിക്കാം. ഇത് നമ്മുടെ സിപ്പപ്പ്, ഫ്രൂട്ട് സലാഡ് പോലത്തെ ഐറ്റംസ് പാക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലുള്ള സിപ്പപ്പ് മെഷീൻ അല്ല. ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വേറെ SS-ൻ്റെ പമ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ചിക്കു, സപ്പോട്ട പോലത്തെ ഐറ്റംസിനൊക്കെ കട്ടിയുള്ള പശയുള്ള ഐറ്റം അതൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോർമൽ മെഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പശ ഉള്ളതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് ഇവിടുന്ന് ലിക്വിഡ് വരും. ഇവിടെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടുന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ചാടും. അതിനൊപ്പം തന്നെ ലിക്വിഡും വരും. അപ്പോൾ നമ്മൾ ഈ സിപ്പപ്പ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കടിക്കാനായിട്ട് ചെറിയ പീസ് പോലെ കിട്ടും. അതായത് പ്യൂറായിട്ടുള്ള ലിക്വിഡ് അല്ല, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ കാഷ്യൂ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി പോലത്തെ ഐറ്റം നമുക്ക് ഇടുവാണെങ്കിൽ സിപ്പപ്പ് കഴിക്കുമ്പോൾ തന്നെ ചെറിയ പീസസ് പോലെ വരും. വെറൈറ്റി ഇതിൽ പീസ് ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. ഇതേപോലുള്ള സിപ്പപ്പുകൾ പാക്ക് ചെയ്യാനുള്ള മെഷീനറിയാണത്. നമ്മുടെ മെയിൻ ഒരു മിനിറ്റ് നമുക്ക് 40 പാക്കറ്റ്, ഒരു മണിക്കൂറിൽ 2,400 പാക്കറ്റോളം കിട്ടും. നമുക്ക് ഒരു മണിക്കൂറിന് ഒരു യൂണിറ്റിന് താഴെ വരുള്ളൂ.
ഈ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മെഷീനറീസ് ലിക്വിഡ് ബോട്ടിൽ ഫില്ലിംഗ് മെഷീൻ ആണെങ്കിൽ 1 മണിക്കൂർ ഒരു 1/2 യൂണിറ്റ് കറണ്ട്, ഒരു 5 രൂപയുടെ കറണ്ട് പോലും ആവില്ല നമുക്ക്. ഏറ്റവും ആദ്യം കണ്ട അതിന് നമുക്ക് 1 മണിക്കൂർ 3 യൂണിറ്റ് കറണ്ട്. 3 യൂണിറ്റ് കറണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് വേറെ ഒരു നമ്മുടെ പൗഡറിൻ്റെ 3 സ്റ്റേജ് സർവോ എന്ന് പറഞ്ഞ മോഡലാണ്. അതിന് നമുക്ക് ഫില്ലിങ്ങിനും ഡ്രാഗിങ് അതുപോലെ ഹോർസ് എല്ലാം നമ്മൾ സർവോ മോട്ടോഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. നോർമലി മെഷീൻസിലൊക്കെ 5 HP കംപ്രസർ വേണ്ട സ്ഥലത്ത് ഇവിടെ നമുക്ക് 2 HP മാത്രം മതി. ബാക്കിയൊക്കെ നമ്മൾ സർവോ മോട്ടോർ കൊടുത്തേക്കാം. കറണ്ട് ചാർജ് കുറവായിരിക്കും, സ്പീഡ് കൂടുതൽ കിട്ടും. അതായത് കറി മസാലയൊക്കെ നമുക്കൊരു മിനിറ്റിൽ 90-100 പാക്കറ്റ് കിട്ടും. 1 കിലോ ആണെങ്കിൽ നമുക്കൊരു 40 പാക്കറ്റ്, 1/2 കിലോ നമുക്കൊരു 60 പാക്കറ്റ് വരെ 1 മിനിറ്റിൽ കിട്ടും. ഓക്കെ, അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള അതായത് പല ഐറ്റംസ് നമുക്ക് ഇതിൽ ചെയ്യാം. പൊടികളെല്ലാം ചെയ്യാം. പക്ഷേ അരിപ്പൊടി ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മൾ മസാല ചെയ്യരുത്, ടേസ്റ്റ് കയറി വരും. ഓക്കെ, അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് അരിപ്പൊടി, ആട്ട, മൈദ, റവ പോലത്തെ എല്ലാം ചെയ്യാൻ പറ്റും. കറി മസാലകളാണെങ്കിൽ അതുപോലെ. ഇതിനെങ്ങനെ വില എങ്ങനെ വരുന്നുണ്ട്? ഇത് നമുക്ക് മെഷീൻ വരുമ്പോൾ ഏകദേശം ഒരു 11.5 ലക്ഷം രൂപ അടുത്ത് വരും. 11 ലക്ഷം. ആക്സസറീസ് എക്സ്ട്രാ വരും. അതിനെത്ര വരും? അതെങ്ങനെ പോയാലും നമുക്ക് ആക്സസറീസ് എന്തായാലും നമുക്ക് വേണ്ടതാണ്. അത് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയോളം വരും. പിന്നെ ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് വരും. അതിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ആരെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. ഇതിൽ തന്നെ കുറഞ്ഞ 895 മോഡലുണ്ട്. നമുക്കൊരു സർവീസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് എവിടെയാണെങ്കിലും, നമ്മളിപ്പോൾ വെളിയിലാണെങ്കിൽ വരെ, ദുബായിൽ സൈഡിലാണെങ്കിൽ വരെ നമുക്ക് അവിടെ സർവീസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. നമുക്ക് ഇന്ന് വിളിച്ച നാളെ ആളെത്തിക്കോളും. എവിടെയാണെങ്കിൽ നമ്മൾ എല്ലാ കമ്പനിക്കാരും ഇല്ല, നമ്മൾ 30 വർഷമായിട്ട് കേരളത്തിലെ ഒരു സ്ഥാപനം 30 വർഷം നിലനിൽക്കുക എന്നുള്ളതിൻ്റെ മെയിൻ ഒരു ഇത് നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസാണ്. നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്ന ഏത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഞങ്ങൾ പൗഡർ മെഷീൻ കൊടുത്തതിന് മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ കാണാം കിച്ചൺ ട്രഷേഴ്സ്, പവിഴം, അതുപോലെ സപ്ലൈക്കോ, റോയൽ റിച്ച്, അങ്ങനെ മെയിൻ എല്ലായിടത്തും നമ്മുടെ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഏതൊരു കമ്പനിയുടെ വേണമെങ്കിലും ആളുടെ കോൺടാക്ട് നമ്പർ തരാം. നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചിട്ട് നമുക്ക് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ? ഓക്കെ, എൻ്റെ പേര് സച്ചിൻ എന്നാണ്. എൻ്റെ നമ്പർ 9895611618. നമ്മുടെ കമ്പനി വരുന്നത് സൗത്ത് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ്. സൗത്ത് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഓക്കെ, താങ്ക് യു.